മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ യുദ്ധത്തിന്റെ ഭയം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. യുദ്ധം അവിടെ നടക്കുകയാണ്. പക്ഷേ ഇത് കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 50,000 അമേരിക്കൻ സൈനികർ അതീവ ജാഗ്രതയിലാണ് മിഡിൽ ഈസ്റ്റിൽ എന്നുള്ളതാണ്. US ഇറാൻ യുദ്ധത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജോർദാനിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് US ശക്തമായ പ്രതികാര നടപടി ആരംഭിച്ചിട്ടുണ്ട്. തുടർച്ചയായ 8ാം രാത്രിയും US സൈന്യം ഇറാനെതിരെ കനത്ത ബോംബാക്രമണമാണ് നടത്തിയിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡ് അനുസരിച്ച് ഈ പ്രത്യേക ആക്രമണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം, റഡാർ, മിസൈൽ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് ഗുരുതരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അമേരിക്ക ഇപ്പോൾ വലിയ തോതിലുള്ള സൈനിക നടപടികൾക്ക് തന്നെ തയ്യാറെടുക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന 50,000-ലധികം അമേരിക്കൻ സൈനികരെ അതീവ ജാഗ്രതയിൽ നിർത്തിയിരിക്കുകയാണ്. സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ജർമ്മനിയിൽ നിന്നുള്ള F-16 വിമാനങ്ങളും ബ്രിട്ടനിൽ നിന്നുള്ള അത്യാധുനികമായിട്ടുള്ള F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ഇസ്രായേലിലെയും മറ്റ് സൗഹൃദ രാജ്യങ്ങളിലെയും സൈനിക താവളങ്ങളിലേക്ക് അമേരിക്ക അയക്കുകയാണ്. ലോകമെമ്പാടുമുള്ള തങ്ങളുടെ പൗരന്മാർക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സുരക്ഷാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ അമേരിക്കൻ എംബസികളെയും മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള പൗരന്മാരെയും ലക്ഷ്യം വച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അത്യാവശ്യമല്ലാതെ യാത്രകൾ ഒഴിവാക്കാനും പ്രാദേശിക ഏജൻസികളുമായി സമ്പർക്കം പുലർത്താനുമാണ് പൗരന്മാരോട് ഇപ്പോൾ ഇവർ അഭ്യർത്ഥിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യാക്രമണത്തിന് ഇസ്രായേലും ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ നേരിട്ടുള്ള ആക്രമണം നടത്തിയാൽ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാന്റെ ഉൾപ്രദേശങ്ങളിൽ തങ്ങളുടെ വ്യോമസേന കനത്ത ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ നിലവിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ ഫാക്ടറികളെയും ലക്ഷ്യം വച്ചേക്കാം എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.